കാര്യങ്ങൾ എങ്ങനെയാണോ ക്രമീകരിക്കേണ്ടത് ആ രീതിയിൽ വന്നിട്ടുള്ള എല്ലാ അഡ്മിഷനുകളും സർക്കാർ നിയമം പാലിച്ചുകൊണ്ട് തന്നെ നടത്തിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ മേലധികാരികളോ അങ്ങനെ ഒഫീഷ്യലായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുമ്പോഴോ ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പൊ അൺഒഫീഷ്യലായിട്ട് നമുക്ക് ആരെങ്കിലും വന്നാൽ നമ്മളെല്ലാം നമുക്ക് പ്രതികരിക്കാനുള്ള സമയമില്ല. മാത്രമല്ല ഇന്നത്തെ ദിവസം സിസ്റ്റർ വർക്കിന്റെ അതുമായി ബന്ധപ്പെട്ട ജോലികളെ തിരക്കുകളെ എൻ്റെ ഓഫീസ് ജോലികളെ തടസ്സപ്പെടുത്താനായിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നെന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഏതെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിച്ചു? ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്? അത് വ്യാജപരമായിട്ട് കെട്ടിച്ചമച്ച് മനഃപൂർവ്വം ഈ സ്ഥാപനത്തെ എന്നെയും ആക്ഷേപിക്കാനായിട്ട് ചിലർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യം. അതൊരു പക്ഷേ അവർക്ക് വ്യാജ TC-കൾ വെച്ച് അഡ്മിഷൻ നടത്തി വ്യാജ തസ്തിക സൃഷ്ടിച്ച് അവരുടെ തസ്തിക നിലനിർത്താനുള്ള പലപ്പോഴും അതിന് ഞാൻ എതിർ നിന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്. ഗവൺമെന്റിന് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന യാതൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പോൾ വ്യാജ TC-കൾ വെക്കുക, അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കൊണ്ടുപോയി തസ്തിക നിലനിർത്തുന്ന പ്രവണതയോട് എനിക്ക് യോജിക്കാനാവില്ല. അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് എന്നോട് വ്യക്തിവൈരാഗ്യമുള്ള അധ്യാപികമാരുമുണ്ട്, അധ്യാപകരുമുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അധികം വരുന്ന ഭക്ഷണം അധികം വരാറുണ്ട്. 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ ഉൾപ്പെടെ വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. ക്ലാസ് മുറിയിലോട്ട് അധികം വന്നാൽ ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആഹാരം കഴിക്കാറുള്ളൂ. ആയിട്ടില്ല. എന്നെ ഒരു മുറിക്കകത്ത് കൂട്ടിയിടാൻ അധ്യാപിക ഉൾപ്പെടെ ചില പാർട്ടിക്കാരോട് ഒത്തുകൊണ്ടിച്ച് ശ്രമിച്ചിട്ടുണ്ട്. കുറെ വെളിയിൽ നിന്ന് കുറെ പാർട്ടി പ്രവർത്തനം എന്നുള്ള പേരിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ മുറിക്കകത്ത് കൂട്ടിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ എന്നെ മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആരെയും ബോധപൂർവം ആരെയും കടിച്ചിട്ടില്ല. മനഃപൂർവ്വം എന്നെ ആക്ഷേപിക്കാനായിട്ടും പിന്നെ സ്കൂളിനെതിരെ ഞാൻ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആക്ഷേപമാണത്. 2026-27 അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് രക്ഷകർത്താക്കൾ കൊണ്ടുതന്ന ആധികാരികമായ രേഖകൾ വെച്ച് അഡ്മിഷൻ നടത്താൻ നിയമപരമായി നടത്തേണ്ട അഡ്മിഷനുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അഡ്മിഷൻ പോലും ഇവിടെ നിയമവിരുദ്ധമായിട്ട് നടന്നിട്ടില്ല. ഒരു കുട്ടിയുടെ പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടില്ല. നിയമപരമായിട്ട് അഡ്മിഷൻ നടക്കേണ്ട രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും 2019-20 മുതൽ ഇന്നേ വരെ ഞാൻ എച്ചമായിട്ടിരുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കേ ഉള്ളൂ ഭക്ഷണമെങ്കിലും 10 വരെയുള്ള കുട്ടികൾക്ക് വിശന്നിരിക്കുന്ന കുട്ടികൾക്കും ഇവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കാറുണ്ട്. അധികം വരാറുമുണ്ട്. അധികം വരുന്ന ഭക്ഷണം കുട്ടികൾക്ക് തന്നെ ഞാൻ തന്നെ ക്ലാസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എച്ചമായിട്ടിരിക്കുന്ന സമയത്ത് നിയമപരമായിട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം എങ്ങനെയാണോ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഇത്രയും നാളും നടത്തിയിട്ടുള്ളത്. ഇനിയും അതേ ചെയ്യും. ബന്ധപ്പെട്ട് കാര്യങ്ങൾ എങ്ങനെയാണോ ക്രമീകരിക്കേണ്ടത് ആ രീതിയിൽ വന്നിട്ടുള്ള എല്ലാ അഡ്മിഷനുകളും സർക്കാർ നിയമം പാലിച്ചുകൊണ്ട് തന്നെ നടത്തിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു പ്രഥമ അധ്യാപിക ഹെഡ്മിസ്ട്രസ് ആണ് നമ്മളോട് സംസാരിച്ചത്. ആ സംസാരത്തിൽ അറിയാൻ അവർ നിയമപരമല്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. നിയമപരമായിട്ട് മാത്രമേ സർക്കാരിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിനനുസരിച്ചും നിയമപരമായിട്ട് മാത്രമേ ആ കുട്ടികളെ സ്കൂളിൽ പ്രവേശനം നൽകൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി പെരുമാറി എന്ന് മാത്രമാണ് ആ അധ്യാപിക ചെയ്ത കുറ്റമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അധ്യാപിക പറയുന്നു അവിടെ പ്രവേശനം വരണമെങ്കിൽ ആ കുട്ടികളുടെ മാതാവോ പിതാവോ ആരെങ്കിലും സ്കൂളിൽ എത്തിച്ചേരണം. അവരുടെ മുൻ സർട്ടിഫിക്കറ്റ്, അവരുടെ TC വേണം. ഇത്തരം സ്കൂളിൽ യൂണിഫോം ധരിക്കണം. കൃത്യമായിട്ട് എല്ലാ ദിവസവും സ്കൂളിൽ ഹാജരാകണം. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ കർശന നിർദ്ദേശങ്ങൾ എങ്ങനെയാണോ മറ്റു സ്കൂളുകളിൽ, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ സ്കൂളുകളിൽ വിദ്യാഭ്യാസം നടക്കുന്നത് എങ്ങനെയാണോ അത്തരത്തിൽ വിദ്യാഭ്യാസം മാത്രമാണ് ഇവിടെ നൽകുന്നത്. അതിന് സർക്കാർ നിഷ്കർഷിച്ച രീതിയിൽ കുട്ടികൾ സ്കൂളിൽ എത്തിച്ചേരുകയും ആ സ്കൂളിൽ പഠിക്കാൻ വന്നെങ്കിൽ മാത്രമേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ആ അധ്യാപിക പറയുന്നത്. അത്തരത്തിലൊരു കർശനമായ നിർദ്ദേശം സർക്കാരിന് അധിക ബാധ്യതകൾ ഉണ്ടാക്കാതെ നിയമപരമല്ലാത്ത ഒരു കാര്യവും ചെയ്യത്തില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിന്റെ പുറത്താണ് ആ അധ്യാപിക തീരുമാനമെടുത്തത്. ആ തീരുമാനമാണ് ഇന്ന് അധ്യാപിക ഇപ്പോൾ സസ്പെൻഷനായിട്ട് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ഇനി അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അവിടുത്തെ ശാസ്താംകോട്ടയിൽ അറിയാം, ശാസ്താംകോട്ടയിൽ STP, PDP ഇത്തരത്തിൽ ഇസ്ലാമികളായിട്ടുള്ള കൂട്ടായ്മകൾ വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ്. അത് മുൻകാലങ്ങളിൽ PDP-യുടെയൊക്കെ അബ്ദുൽ നാസർ മദനിയും ഒക്കെ ഇവിടെ ഉത്ഭവിച്ചു വന്ന സമയത്തൊക്കെ അവിടെ വളരെയധികം
സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിലൊരു സ്കൂള് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സ്കൂളുകൾ ഉള്ളപ്പോഴാണ് വിദ്യാർത്ഥി കുറവുള്ള ഒരു സ്കൂളിലേക്ക് ഇത്തരം കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുചെല്ലാം. പക്ഷേ എത്ര കുട്ടികൾ വന്നാലും അവരവിടെ പഠിപ്പിക്കാൻ തയ്യാറാണ്. താൽക്കാലിക അധ്യാപികമാരും താൽക്കാലികമായിട്ട് അവിടെ ജോലി ചെയ്യുന്നവർക്കും സ്ഥിരത കിട്ടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികളെ മാത്രം അവിടെ പഠിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തതുകൊണ്ടോ ആ സ്കൂളിൽ മുന്നോട്ട് പോകണമെന്നല്ല അധ്യാപിക പറയുന്നത്. നിയമപരമായിട്ട് ഏത് കുട്ടികൾ വന്നാലും സർക്കാർ, കേരള സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത് ആ രീതിയിൽ പഠിപ്പിക്കുമെന്നാണ് ആ അധ്യാപിക കർശനമായി എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് കുറച്ച് ആൾക്കാർ അവരെ കൂടെ ഉണ്ട്. നേരായ മാർഗത്തിൽ നേരായ കാര്യങ്ങൾ ചിന്തിക്കുന്നവർ ആ പ്രഥമ അധ്യാപികയുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ അധ്യാപിക പുറത്താകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. മതേതര സർക്കാരാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെയാണ്. അപ്പോഴാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നത്. അവിടെ മറ്റ് യുവാക്കളെ പറയല മുസ്ലിം ലീഗിന്റെ സംഘടനകൾ, യുവജന സംഘടനകൾ, KSU പോലുള്ള കോൺഗ്രസിന്റെ സംഘടനകൾ, അതേപോലെ തന്നെ മറ്റ് സംഘടനകളിൽപ്പെട്ടവരും PDP, SDP അങ്ങനെയുള്ള ഇസ്ലാമിക സംഘടനകളിൽപ്പെട്ടവരെല്ലാവരും ചേർന്ന് അവിടെ അധ്യാപികക്കെതിരെ ഹരാസ്മെന്റ് ചെയ്യുകയും അവരെ പൂട്ടിയിടുകയും അവരുടെതിരെ ഒരുപാട് അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് വളരെ വിഷമകരമുണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ പോരാട്ടത്തിലെല്ലാം സത്യസന്ധമായ ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് ആ അധ്യാപിക അവിടെ നിന്നത്. ആ അധ്യാപികയാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു ഉന്നതമായ അല്ലെങ്കിൽ ഒരു അന്വേഷണവും നടത്താതെ, കാര്യങ്ങൾ വ്യക്തമായി അതിന് മറുപടി കിട്ടാതെ, അതിന്റെ കാരണങ്ങൾ ചോദിക്കാതെയും അന്വേഷിക്കാതെയാണ് അവരുടെ പ്രവർത്തകർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിയുടെ അനുഭാവികൾ അങ്ങനെയുള്ളവരുടെയും ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അവരെ ഉടനെ തന്നെ ആ അധ്യാപിക വൃത്തിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സത്യം ഏതാണ്, ധർമ്മം ഏതാണ്, നീതി ഏതാണെന്ന് മനസ്സിലാക്കാതെ ആ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും കൂടെ നിന്ന ഒരു പ്രധാന അധ്യാപികയാണ് ഇപ്പോൾ അധ്യാപക വൃത്തിയിൽ നിന്നും പുറത്ത് സസ്പെൻഷനിലായിരിക്കുന്നത്. എന്തായാലും അതിന്റെ സത്യവും നീതിയും ധർമ്മവും അനുസരിച്ച് തന്നെ പ്രവർത്തനം നടക്കട്ടെ. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ അന്വേഷണത്തിൽ, മുൻകാല അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യേണ്ടതെങ്കിലും ഉടനെ തന്നെ ജനങ്ങളുടെ പ്രതികരണം എന്നുള്ള ജനങ്ങളുടെ, പാർട്ടിക്കാരുടെ, അവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളത് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന് സത്യസന്ധമായ നീതിപൂർവമായ അന്വേഷണം നടത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിലും അതിന് വേണ്ടുന്ന രീതിയിൽ ഒരു നടപടി എടുക്കട്ടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. എന്തായാലും ആ അധ്യാപിക പറയുന്നത് കുട്ടികൾക്ക് 5ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരുന്ന കുട്ടികൾക്ക് ആണ് ഭക്ഷണം ഉള്ളത്. പക്ഷെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം അവർക്ക് നിർബന്ധിച്ച് അല്ല അവർ കൊടുക്കും. ഭക്ഷണം അധികം വരാറാണ് ഉള്ളത്. എല്ലാ കുട്ടികളെയും ഒരേ മക്കളെ പോലെ നോക്കി വളർത്തി വിദ്യാഭ്യാസം നൽകുന്ന ഒറ്റ ചുമതലയാണ് പ്രഥമ അധ്യാപിക എടുത്തത്. അവര് ജോലി ചെയ്യുന്ന ആ അധ്യാപിക ജോലി ചെയ്യുന്നതിനുള്ള ആത്മാർത്ഥയാണ് കാണിച്ചത്. ആ ആത്മാർത്ഥയുടെ പ്രതിഫലമാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. അവർ സസ്പെൻഷൻ ആയിരിക്കുന്നു. ഇനി പിരിച്ചുവിടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും കാലങ്ങളിൽ. എന്തായാലും സത്യസന്ധമായിട്ടാണ് പെരുമാറിയെന്നാണ് അധ്യാപിക നമ്മളോട് പറഞ്ഞത്. മലയാളി വാർത്ത, രാമഭദ്രൻ.